പ്രജീഷ്, ഞാൻ കഴിഞ്ഞ വർഷവും ഈ തമ്പാനൂരിൽ നിന്നാണ് ഈ പൊങ്കാല റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴും ഇപ്പോഴുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് വലിയ തിരക്കാണ്. കാരണം രാഹുലെ, സാധാരണഗതിയിൽ നമ്മൾ ഈ തെരുവോരമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചയൊന്നും നമുക്ക് പതിവില്ല അല്ലേ? ഈ കച്ചവടക്കാരെ കൊണ്ടും ഈ ആൾക്കാരെ കൊണ്ടും ഒക്കെ നിറയുന്ന ഒരു കാഴ്ച. എവിടുന്നാണ്? റെയിൽവേ ക്വാർട്ടേഴ്സ്. പൊങ്കാല ഇടുന്നതിന് ഇടുന്നുണ്ട്. ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. ശരി ശരി, ആയിക്കോട്ടെ. അതായത് ഞാൻ വിചാരിച്ചു ഈ വേഷമൊക്കെ ധരിച്ചു വന്നപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്ന ആളുകളാണെന്ന് കരുതി. ഈ കട്ടകളൊക്കെ നിരത്തി കണ്ടോ? ഇത് റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ് യഥാർത്ഥത്തിൽ. ഈ നീണ്ടു കിടക്കുകയാണ് ഈ ഒരുക്കങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ എല്ലാവരും സ്ഥാനങ്ങളൊക്കെ പിടിച്ച് ഇത് തന്നെയാണ് പുറത്തും അകത്തും ഒക്കെ കാണുന്നത്. അതായത് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദിവസം പൊങ്കാലയുടെ തലേന്നും പൊങ്കാലയും ഒക്കെ ആയിട്ട് ദിവസം നമുക്ക് ഈ പല ട്രോളുകളൊക്കെ നമ്മൾ കാണുമല്ലോ, തിരുവനന്തപുരത്തുകാരെ പ്രത്യേകിച്ച് ട്രോളുന്ന രീതിയിൽ. പക്ഷേ ഈ പൊങ്കാല ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നവരെല്ലാം തിരുവനന്തപുരത്തുകാരുടെ അതിഥികളാകുന്നൊരു പ്രത്യേകത ഉണ്ട്. എവിടെയും അവർക്ക് ഏത് വീട്ടിലും കയറി ചെല്ലാം, അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാം. ഇതുപോലെ അവർ സൗകര്യങ്ങൾ ചെയ്ത് നൽകും അല്ലേ? എനിക്ക് അത്ഭുതം തോന്നിയത്, അതായത് ഇവർ വന്നിറങ്ങിയ ശേഷം ആദ്യം ചെയ്യുന്നത് 3 ചുവടുവട്ടം എടുക്കുന്നു, അവർക്ക് ഇരിക്കാനുള്ള ഇടം അടയാളപ്പെടുത്തുന്നു. ഈ പിന്നാലെ വരുന്നവർക്ക് ആർക്കും പിന്നീട് ആ സ്ഥലം ഇത് ആരും ഇവരെ നിയന്ത്രിക്കാനൊന്നുമില്ല. ഇവർ തന്നെ കൊണ്ട് സ്ഥലം നിർണ്ണയിക്കുന്നു. മുൻ വർഷങ്ങളെ പരിചയമുണ്ടാകാം, കൂടെ വന്നവർ പറയുന്ന കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ശേഷം ആ പ്രദേശം മാറിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് അവർ അടുക്കി വെക്കുകയാണ്. അതുകൊണ്ട് ഈ കച്ചവടത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയണം. കാരണം ഈ കച്ചവടവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാം, വഴിയോര കച്ചവടക്കാർ പല സ്ഥലം എത്തുന്നവരാ. സാധനമൊക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങി. ഇതൊരു കയ്യില് ഒരു ചട്ടി, ഒരു ചിരവ, തേങ്ങ ചിരണ്ടേ ചിരവ, പിന്നെ ഇത് അരി കഴുകാൻ പാത്രം പുതിയ തന്നെ വേണം. എവിടുന്നാ വരുന്നത് ചേച്ചി? കാസർഗോഡ് നമ്മൾ സംസാരിച്ചു. കാസർഗോഡ് നിന്ന് വരികയാണ്? കാസർഗോഡ് നിന്ന് വരുന്ന തെക്കേറ്റം മുതൽ പടിഞ്ഞാറേ. എന്നാ എത്തിയത്? മിനിഞ്ഞാന്ന് രാത്രി എത്തി. അപ്പൊ താമസമൊക്കെ ഇവിടെ ഒരു റൂം എടുത്തു. ഇതിനകത്ത് കാസർഗോഡൻ പേരിലെന്ന് പറഞ്ഞതല്ല, ഇത് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കലമൊക്കെയാണ്. കാസർഗോഡ് എന്തെന്നൊക്കെ പറയുന്നത് കാസർഗോഡ് ചട്ടി. ഓക്കെ. ഞങ്ങൾക്ക് തവി. ചെരവ. അപ്പൊ എന്തായാലും പല കാര്യങ്ങളും നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ട് കാസർഗോഡ് തിരുവനന്തപുരം. പക്ഷേ കാസർഗോഡിനും തിരുവനന്തപുരത്തിനും തമ്മിൽ യോജിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ നടക്കാൻ പോവാണ്. അത് പൊങ്കാലയാണ് അല്ലേ? അതന്നെ പങ്കെടുക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാ വർഷവും വരാറുണ്ടോ? 3-4 വർഷമായി വരുന്നത്. പറ്റിയെങ്കിൽ അടുത്ത കൊല്ലം വരണം എന്ന് ആഗ്രഹം. കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് എന്താ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നുമില്ല, ഒറ്റ ലക്ഷ്യമായിട്ടാണ് വരുന്നത്. ഒറ്റ ലക്ഷ്യം. അമ്പലത്തിൽ പോയോ? ആറ്റുകാല് പോയി, മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി, സന്തോഷായി. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ നിർവൃതിയിൽ അവരെല്ലാം അമ്പലത്തിൽ പോയി അതിനുശേഷം പൊങ്കാലയ്ക്ക്. രാഹുൽ, അങ്ങനെ നഗരത്തിലൂടെ നിങ്ങൾ രണ്ടുപേരും കറങ്ങി തന്നെ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്.